12 തുടങ്ങി ഞാൻ വായിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. സ്തോത്രം. നമുക്ക് ഒരു വാക്കോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. നീ ഞങ്ങളുടെ മുഖപ്രകാശ രക്ഷയായിക്കൊണ്ട് നീ കർത്താവ് വെളിപ്പെട്ടിരിക്കുക. സ്തോത്രം. ശബ്ദം കേൾക്കുന്ന എവിടെ ഹൃദയത്തിൽ കർത്താവേ ആ പുനരുദ്ധാന ശക്തിയെ പകർന്നുകൊണ്ട് ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഘോഷത്തോടുകൂടെ കർത്താവെ നിന്നെ ആരാധിപ്പരടിയാക്കട്ടെ. ഈ തിരുവഴുത്തുകളെ ഗ്രഹിപ്പാനും അതനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളുടെ വലം കൈ പിടിച്ചേ മതിയാവുകയുള്ള കർത്താവെ. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ തന്നെ അവരിന്ന് മാറ്റിയിട്ടല്ല കർത്താവ്, അതിൻ്റെ നടുവിൽ തന്നെ നിന്റെ അവകാശത്തെ പണിതെടുക്കാൻ നീ യോഗ്യനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെ നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചെവികളെ തുറന്നാട്ടെ കർത്താവെ, ഏകാര ഹൃദയം തുറന്നാട്ടെ, വചനത്തിൻ്റെ പൊരുളുകൾ പരിശുദ്ധാത്മാ ദൈവം തിരിച്ചു കൊടുത്താട്ടെ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. 12th ചാപ്റ്ററിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം ഇനി 12, 13, 14, 15, 16 ചാപ്റ്ററുകൾ ആർക്കുള്ളതാണ് ശരിക്കും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ എപ്പിസ്കോപ്പിക്കൽ സഭകളൊക്കെ ഇത് ഞങ്ങൾക്ക് വേണ്ടുന്ന അവകാശമായിട്ട് കണക്കിടേണ്ടി വരും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, 1st and 2nd ചാപ്റ്ററിൽ പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ബോത്ത് ജെൻഡൈൽസ് ആൻഡ് Jews are out of the glory of God. They need a grace. There is no other way they can approach God. They can reconcile with God. There must be an atonement. Amen. സ്തോത്രം. 3rd ചാപ്റ്ററിന്റെ വേഴ്സ് 23 അത് കൺക്ലൂഡ് ചെയ്യാണ്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും ദൈവതേജസ് നഷ്ടപ്പെട്ടു. സ്തോത്രം. ദെൻ പറയുകയാണ് യേശു ക്രിസ്തുവിലുള്ള സൗജന്യമായ നീതീകരണം എങ്ങനെ നടക്കുന്നു. വേഴ്സ് 23, 24, 25 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. അവൻ ചൊരിഞ്ഞ രക്തം മൂലം പ്രായശ്ചിത്തമായിട്ട് അത് കണക്കിടുന്നു. പ്രായശ്ചിത്തത്തിൻ്റെ ഡീപ്പ് സ്റ്റഡി പോകുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നത്. അവിടെയാണ് ഒരു ഹൃദയം തകർന്നൊരുങ്ങി. 1ാം ചാപ്റ്ററും 2ാം ചാപ്റ്ററും നോളജിലിരുന്നാൽ ഒരു ഒരുക്കം ഉണ്ടാവില്ല. അത് സോളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലീഫ് എന്ന് മനസ്സിലാകും. യെസ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ ജീവിക്കുന്നു. അവൻ എന്നെ അറിയുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ രഹസ്യമായ കാര്യങ്ങൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ഏതൊരു വിഷയം അറിയുന്നു. അവനിൽ എനിക്ക് ആശ്വാസമുണ്ട്, അവനിൽ എനിക്ക് റിഡംഷൻ ഉണ്ട്, അവൻ എൻ്റെ രക്ഷയാണ്, അവൻ എൻ്റെ നീതീകരണമാണ്, എനിക്ക് പാപക്ഷമ കിട്ടുന്നുണ്ട്, എൻ്റെ സോള് പീസ്ഫുള്ളായി ദൈവത്തോട് എനിക്ക് റീകൺസിലേഷൻ നടന്നു എന്ന് ഒരു സോള് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ബുദ്ധിയുടെ പ്രമാണമായിരിക്കും. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ, ഒരു ചെറിയ കാറ്റ് ബലം വരുമ്പോഴും ഒഴുകിപ്പോകും. സ്തോത്രം. അതിന് പിന്നെ 4ാം അധ്യായത്തിൽ സ്തോത്രം അപ്പോസ്തലൻ പൗലോസ് അബ്രാഹാമിൻ്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഒരു സാധാരണ മനുഷ്യനെ അബ്രാഹാമിനെ വിളിക്കുന്നു, വേർതിരിക്കുന്നു. നിന്റെ ദേശത്തെയും പിതൃജനത്തെയും ചർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. അബ്രാഹാം പുറപ്പെട്ടു വന്നു. ഹാരാനിൽ അവർ ഹോൾട്ട് ചെയ്തു. തേരെ അവിടെ ചുമരിക്കുന്നു. പിന്നീട് 12th ചാപ്റ്ററിൽ പറയുന്നത് പിന്നീട്. ഹല്ലേലൂയ. സ്തോത്രം. 15ാം അധ്യായത്തിലാണ് അവർ തലമുറയെ കുറിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. സ്തോത്രം. ഇസ്ഹാക്കല്ല, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ തന്നെ നിന്റെ അവകാശിയായി തരും. ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും, സന്തതികൾക്കും എന്നല്ല പറഞ്ഞ സന്തതികൾക്കും ഈ കാണുന്ന ദേശമൊക്കെയും തരും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും. കുഞ്ഞുങ്ങളിലായിരിക്കുന്ന സമയത്ത്, അതിൻ്റെ പ്രായം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സ്തോത്രം, അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവർ നീതിയായി കണക്കിട്ടു. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം എങ്ങനെ അബ്രാഹാമിൽ നടന്നു, അതിന് അടയാളമായിട്ടാണ് പരിച്ഛേദന കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചതാണ്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കാത്ത ഒരു വ്യക്തിയും ഏതെല്ലാം ചടങ്ങുകൾ കാണിച്ചോ, ഏതെല്ലാം മേക്കപ്പുകൾ നടത്തിയോ, ഒരു വഴിക്കും ദൈവത്തോട് നിരക്കുവാൻ സാധ്യമല്ല. ബാപ്റ്റിസ്മൽ റീജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിശു സ്നാനം നടക്കുമ്പോൾ എവിടെ വിശ്വാസം നടക്കുന്നു?
തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വിശ്വസിച്ചുകൊണ്ട് ആമേ ഓരോ ഇൻഡിവിജ്വൽ ഓരോ ഡിഫറെന്റ് സോളുകളാണ്. ആ ശിശു എന്ന് വിശ്വസിക്കാൻ എവിടെ പറ്റുന്നു? ഹല്ലേലൂയ. ഇവ പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ കുഞ്ഞുങ്ങൾ ജനിക്കുന്നവർക്ക് തന്നെ അവര് വിശ്വസിക്കാൻ തിരിച്ചറിവിന്റെ പ്രായമായിട്ട് അവര് വിശ്വസിക്കേണ്ട പിതാവിനെ ആകർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവരുടെ സോളിൽ ഇടപെടട്ടെ. പാരമ്പര്യമായി കിട്ടുന്ന ഒരു കാര്യമല്ല രക്ഷ. അതിനുവേണ്ടി ജാഗരിക്കുക. സ്തോത്രം. അതിന്റെ 5-ാം അധ്യായത്തിൽ പറയുന്നത് ആമേ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. അല്ലാതെ സമാധാനമില്ല, റീകൺസിലേഷൻ ഇല്ല. ദൈവത്തിന്റെ ക്രോധമാണ് ഏവരിലും വസിക്കുന്നത്. ഏതെല്ലാം മേക്കപ്പ് നടത്തിയാലും ഏതെല്ലാം പാച്ചപ്പ് വർക്ക് നടത്തിയാലും അത് പോൾ 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. ലോ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ കൂടെ പറയുന്നത് ലോ എപ്പോഴും പാപം ചെയ്ത് ദേഹിയോട് പറയുന്നത് നീ മരിക്കും, നീ മരിക്കും, നീ മരിക്കണം, നീ മരിക്കണം, നീ മരിക്കണം. നീ എൻ്റെ അടുത്ത് വരുന്നത് നിന്റെ സെൽഫിന്റെ ഡിസയേഴ്സിന് വേണ്ടി മാത്രമാണ്. നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ അവൻ നിന്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി മാത്രം വരികയാണ്. നോ നോ നോ. അവിടെയാണ് ക്രിസ്തു വരുന്നത്. അതാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ പറയുന്നത്. സ്തോത്രം. ലോ മാറുന്നില്ല, ലോയുടെ ഡിമാൻഡ് മാറുന്നില്ല, ഡിവൈൻ ജസ്റ്റിസിന്റെ ഡിമാൻഡ് മാറുന്നില്ല. പാപം ചെയ്ത് ദേഹി മരിക്കണം. അങ്ങനെയാണ് നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നത്. പാപസംബന്ധമായി ഡെഡ് ടു സിൻ, ആ പാപസംബന്ധമായി മരിച്ച മനുഷ്യനെയാണ് അവൻ അടക്കം ചെയ്യുന്നത്. തുടർന്ന് പറയുന്നത് ഞാൻ തുടർന്നുള്ള ജീവിതത്തിൽ പുനരുദ്ധാന ശക്തിയോടുകൂടെ ജീവിക്കും. എൻ്റെ ഇഷ്ടം പോലെയല്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. ഇതൊരു മിഥ്യാമൂർത്തിയല്ല, ഒരു മിത്തല്ല, ഒരു സ്റ്റോറിയല്ല. ഇറ്റ്സ് എ ലിവിങ് പേഴ്സൺ. അവന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞാൻ അവനുമായിട്ട് ഒന്നായി ചേരും എന്ന് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും ഇതുവരെ നമ്മളെ അടക്കി മാറ്റുന്ന സേറ്റാനിക് ഫോഴ്സിന്റെ മുമ്പിലും പബ്ലിക്കായിട്ട് സിഗ്നിഫൈ ചെയ്യുന്നതാണ് വാട്ടർ ബാപ്റ്റിസം. ഇത് ശിശു സ്നാനത്തിൽ നടക്കുകയില്ല. ഞാൻ ശിശു സ്നാനത്തിൽ എതിരായിട്ട് പറയാനല്ല, നമുക്ക് സമയം പുനർജന സ്നാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാം. സ്തോത്രം. ഇതെല്ലാം ബാബിലോണിൽ നിന്ന് ആരംഭിച്ചതായിട്ടുള്ള ആ ദുഷ്ട സ്ത്രീയെ സെമീറാമിസും നിമ്രോദിൽ നിന്ന് ആരംഭിച്ചതായിട്ടുള്ള മ്ലേച്ഛ ആരാധനയുടെ ഭാഗങ്ങളാണ്. 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാരൊന്നും ആചരിച്ചില്ല, 2-ാം നൂറ്റാണ്ട് ആചരിച്ചില്ല. 3-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ കടന്നു വന്നതിന് ശേഷം കാത്തലിസം ചർച്ചിനെ വിഴുങ്ങി കളഞ്ഞു. ഭൗതിക അനുഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബാബിലോണിയ ഡിഫറെന്റ് വർഷിപ്പുകളെല്ലാം തന്നെ കാത്തലിസത്തിൽ കടന്നു വന്നു. അതൊക്കെ നമ്മൾ പഠിക്കും, ഇനി റോമാലയൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ പഠിക്കും. സ്തോത്രം. അങ്ങനെ 6-7 അധ്യായത്തില് എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ഒരു വ്യക്തിയുടെ എങ്ങനെയാണ് നടക്കുന്നത്, ആ ഫ്രീ ജസ്റ്റിഫിക്കേഷൻ എങ്ങനെയാണ് സോളിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കണക്കിടുന്നത് കാണിക്കുന്നതാണ് ചാപ്റ്റർ 6, 7, 8. ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. ഇത് ഞാൻ നടക്കുകയും ദിനംപ്രതി അനുഭവിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. പിന്നെ 9, 10, 11 അധ്യായങ്ങൾ ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണ്. അപ്പോൾ 1 തുടങ്ങി 8 വരെയുള്ള അധ്യായങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വ്യക്തിയോടാണ് 12-ാം അധ്യായം പറയുന്നത്. അത് യഹൂദനായിട്ട് യവനനായിട്ട് ദൈവസഭയ്ക്കുള്ള ദൂതാണ് ഈ 12-ാം അധ്യായം തുടങ്ങി പറയുന്നത്. ഈ 1 തുടങ്ങിയുള്ള വിഷയങ്ങള് ഞാൻ പാപിയാണ്, ശിക്ഷാർഹനാണ്, ദൈവക്രോധമാണ് എൻ്റെ മേൽ വസിക്കുന്നത്, ഒരു പ്രായശ്ചിത്തം കൂടാതെ ഒരു മീഡിയേറ്ററിന് കൂടാതെ എനിക്ക് ദൈവത്തോട് നിരക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് സെൽഫിനെ റിനൗൺസ് ചെയ്ത് സെൽഫിനെ ക്രൂശിച്ച് പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റ് തുടർന്നുള്ള ജീവിതം പുനരുദ്ധാന ശക്തിയോടുകൂടെ ജീവിക്കും. എൻ്റെ സെൽഫിലല്ല, എൻ്റെ കഴിവിലല്ല, എന്നാൽ എന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ക്രിസ്തു വാഴുന്നത്. സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ, എന്തിനേയും എന്തു ചെയ്യുന്ന അധികാരമുള്ളവൻ, ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെ ജയിക്കരുന്ന് അരുളിച്ചവൻ, അവൻ നിന്നിലാണ് ആലയം പണിയുന്നത്, പുറത്തല്ല. നമ്മുടെ ഉള്ളിൽ ഓരോ വ്യക്തിയിലാണ് ആലയം പണിയുന്നത്. അങ്ങനെ നാം ദൈവത്തിൻ്റെ മുമ്പിലും
സേറ്റാനിക് ഫോഴ്സിന്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിൽ സാക്ഷീകരിക്കുന്നതാണ്, ഞാൻ പാപസംബന്ധമായി മരിച്ചു, ഡെഡ് ടു സിൻ. എൻ്റെ പഴയ ശിക്ഷാർഹമായ മനുഷ്യരെന്താ ഞാൻ ഈ വെള്ളത്തിൽ കുഴിച്ചിടുകയാണ്. തുടർന്നുള്ള ജീവിതം ഇമാജിനേഷൻ അല്ല, റിയാലിറ്റിയിൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയോടുകൂടെ ഞാൻ ജീവിക്കും എന്നിട്ട് പറയുകയാണ്. ഇങ്ങനെ സിഗ്നിഫൈ ചെയ്ത അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തിയോട്, ദൈവസഭയോട് പോള് പറയുകയാണ്, സ്തോത്രം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഞാൻ അതിനെ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്നും കൂടെ വായിക്കുകയാണ്. I appeal to you, brethren. I appeal to you, therefore, brethren, and beg for you, in view of all mercies of God, to make a decisive dedication of your bodies, presenting all your members and faculties as a living sacrifice, holy, devoted, consecrated, and well pleasing to God, which is your reasonable, rational, intelligent service and spiritual worship. ഇവിടെയാണ് ഈ ശരീരത്തിന്റെ വിഷയം വരുന്നത്. നമ്മുടെ ആത്മാവ് വീണ്ടും ജനനം പ്രാപിക്കുന്ന മൂവ്മെന്റില് നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിച്ചു. ഇനി ആത്മാവിനോട് ജഡമോഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കും. ആത്മാവിനെ വീണ്ടും അടിമപ്പെടുത്തുവാൻ തക്കവണ്ണം ആമേൻ, അതാ പറഞ്ഞത്, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലണം. ഇതെല്ലാം ചർച്ചിന്റെ ഉപദേശമാണ്. ഇപ്പോൾ 8-ാം അധ്യായം വരെ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കുന്നതാണ് 12, 13, 14, 15 അധ്യായങ്ങൾ. 16-ാം അധ്യായത്തിൽ ഗ്രീറ്റിംഗ്സ് പറയുന്നതാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു ഉപദേശം ദൈവസഭയ്ക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലാണ് അതാണ് പെന്തക്കോസ്തിന്റെ പലതും കാണുന്നത്. പുറമെ നിൽക്കുന്ന ജാതികൾ പരിഹസിക്കും, നീയാണോ പെന്തക്കോസ്, നിന്നേക്കാളും വിശദമായ ജീവിതം എനിക്കുണ്ടെന്നാണ് പറയുന്നത്. തിമോത്തിയോസിന് ലെറ്റർ എഴുതുമ്പോൾ ശുശ്രൂഷ ഏൽപ്പിക്കും പൗലോസ് പറയുന്നത് എന്താ? ശുദ്ധ ഹൃദയം. ആജ്ഞയുടെ ഉദ്ദേശമോ, സ്പീഡ് വായിച്ചാൽ മതി, 1 തിമോത്തി ചാപ്റ്റർ 1:3 ആണ്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഇതില്ലാതെ സ്നേഹം ഉളവാക്കാൻ സാധ്യമല്ല. യേശുവിന്റെ രക്തത്താലല്ല മനസാക്ഷി ശുദ്ധമാകുന്നില്ല. അവന്റെ പ്രാശ്ചിത്വം അംഗീകരിച്ചുകൊണ്ട് ജഡത്തെ ഉപേക്ഷിച്ച് പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവരുമായി അനുസരണത്തിൽ തികയാത്ത ഒരു വ്യക്തിയും അവന്റെ മനസാക്ഷി ശുദ്ധമല്ല. ശരിയായ ഉപദേശമാണ് പോൾ റോമലേഖനത്തിൽ സ്ഥാപിക്കുന്നത്. ഇതിൽ നിന്ന് വിട്ടു വേറൊരു ഉപദേശമാണെങ്കിൽ അത് നിർവ്യാജ ഉപദേശമല്ല, നിർവ്യാജ വിശ്വാസമല്ല. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉളവാകുന്ന സ്നേഹം വ്യാജമാണ്, സേറ്റാനിക്കാണ്, വഞ്ചനയുടെ ആത്മാവാണത്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ആത്മാവ് രക്ഷ പ്രാപിച്ചു, പക്ഷേ നിങ്ങളുടെ പ്രാണനിൽ ഇനിയും ജഡമുണ്ട്. അതിന്റെ മോഹങ്ങള് ആത്മാവിനോട് പോരാടും. ഇന്ന് ആത്മാവിന് വീണ്ടും ആക്റ്റീവ് ആക്കാൻ, ബോണ്ടേജിൽ കൊണ്ടുവിടുക, അതിനോട് വിട്ടകലണം. അതിനാണ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിപ്പിൻ. നമ്മൾ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3 തുടങ്ങിയ വാക്യങ്ങൾ അവിടെ ഹോമയാഗം എങ്ങനെ അർപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരുവൻ ഹോമയാഗത്തിന് മൃഗത്തെ കൊണ്ടുവരുമ്പോൾ അവൻ തന്നെ അതിന്റെ തലയിൽ കൈവയ്ക്കണം. അവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഈ നിഷ്കളങ്കമായ ആട് വഹിക്കാൻ പോവുകയാണ്. അവന്റെ കൈ കൊണ്ട് തന്നെ അതിനെ അറുക്കണം. അതിനെ അറുക്കുമ്പോൾ അവനൊരു മാനസാന്തരം ടെമ്പററി ആയിട്ട് ഉണ്ടാവും. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമായി കൊണ്ടൊരു നിഷ്കളങ്കമായിട്ടൊരു ആട് അതിന്റെ രക്തം വെളിയിൽ വന്ന് കിടന്ന് പിടയ്ക്കുമ്പോൾ അവന് അല്പമെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാവും. ഇവിടെ നിനക്കും നമുക്ക് വേണ്ടി പിടയ്ക്കുന്ന ആരായിരുന്നു? കാൽവരി ക്രൂശില്. ഹല്ലേലൂയ. ആ പാതാളത്തിൽ പോയിട്ട് എന്റെ ദൈവമേ നീ എന്റെ കൈ വിട്ടതെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്ക വേണം. ഹല്ലേലൂയ. അവൻ ചെയ്ത പാപത്തിനല്ല, നാം ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ പരിഹാരമായിക്കൊണ്ട് സ്തോത്രം. അവൻ ആ ക്രൂശ് വഹിച്ചു പോകുമ്പോഴും ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ പേരടക്കം തന്നെ
അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. നമ്മെ രക്ഷിക്കാമെന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് അവൻ ക്രൂശിനെ സഹിച്ചത്. എബ്രായർ 12 പറയുന്നത്. അങ്ങനെ ആ സ്നേഹത്തിൽ വേണം നാം അവനോട് അടുക്കാനായിട്ട്. അങ്ങനെ സ്നേഹത്തിൽ അടുത്താൽ പിന്നെ പാസ്റ്റർമാർ ഈ കത്തിയും വാളൊന്നും കൊണ്ടുവരണ്ട. നിങ്ങളുടെ ശരീരം എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന്റെ അലങ്കാരം, അവിടെയാണ് ഈ ആഭരണങ്ങളുടെ വിഷയം വരുന്നത്. മോടിയൊരു വസ്ത്രമല്ല, ഇത് നിന്റെ ജഡത്തിന്റെ മോഹത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഡെഡ്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. ഏതൊരു പ്രവൃത്തിക്കും നമുക്ക് നല്ല ലീഗൽ അഡ്വൈസ് തരുവാൻ പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥലം നമുക്ക് തന്നിട്ടുണ്ട്. ആ ശബ്ദം കേൾക്കാതെ കൂടെ ചെവി കൊടുത്താൽ പറ്റുന്നില്ലെങ്കിൽ കർത്താവേ നീ എനിക്ക് കൃപത, എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ഹെൽപ്പ് മീ. കുഴഞ്ഞിച്ചേറ്റിന്റെ അവസ്ഥ പലപ്പോഴും ഉണ്ടാകും. അവിടെ കിടന്ന് കുഴയാനല്ല അവർ ആഗ്രഹിക്കുന്നത്. ലുക്ക് അറ്റ് ഹിം ആൻഡ് ബി സേവ്ഡ്. അവൻ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പാതാളത്തിൽ പോയി മരണശിക്ഷ ഏറ്റെടുത്തത്. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കും. അങ്ങനെ ആ ആടിനടുത്ത് ആ വ്യക്തി തന്നെ അതിന്റെ തോലുരിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ സെൽഫ് ഐഡന്റിറ്റി മുഴുവനും മായ്ക്കണം. പിന്നെ പിതൃപാരമ്പര്യത്തിന് ഐഡന്റിറ്റി ഇല്ല. ഞാൻ ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നത്. ഇതെല്ലാം ഉപദേശമായിട്ട് പ്രസംഗങ്ങളിൽ കൂടെ കറക്റ്റ് ഡോക്ടറെ പറഞ്ഞു തരാം. പക്ഷേ നമ്മുടെ സോളിലേക്ക് അടുക്കുമ്പോഴാണ് അകത്തിരിക്കുന്ന പിന്നെ പാസ്റ്റ് തെറ്റാ. വചനം ശരിയായി വെളിപ്പെട്ട് മുന്നോട്ട് വന്നാലും അകത്തിരിക്കുന്നതിന് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രസംഗിക്കുന്ന പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, പല്ല് കുത്തി മണിപ്പിച്ചിട്ട് കാര്യമില്ല. ത്രോ ഇറ്റ് ഔട്ട്. സ്തോത്രം. ജഡത്തിന്റെ മോഹം അനുസരിച്ച് കൊണ്ടാണ് നിന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നതെങ്കിൽ യു ആർ ഔട്ട്. പിന്നെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് പുറമെ ചെത്തിയിട്ട് കാര്യമില്ല. എവിടെ നടക്കണം? 3-ാം അധ്യായത്തിന്റെ ആദ്യം 23-ാം വാക്യം മനസ്സിലാക്കണം. ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഞാനടക്കം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. എൻ്റെ മേൽ ദൈവക്രോധമാണ് വസിക്കുന്നത്. ഈ ശരീരത്തിന് വസിക്കുവോളം എനിക്ക് ടെമ്പററി ആയിട്ട് ഒരു ടൈം ഉണ്ട്. ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഐ ക്യാൻ റീകൺസൈൽ വിത്ത് ഗോഡ്. ഈ ശരീരം വിട്ടിട്ട് പോക്കറ്റ് അടിക്കുന്ന അച്ഛന്മാരുടെയോ പുരോഹിതന്മാരുടെയോ മെത്രാന്മാരുടെയോ പോപ്പുമാരുടെ ഒരു കള്ളത്തിലും വഞ്ചനയിലും പെട്ടിട്ട് കാര്യമില്ല. ഈ ശരീരം വിട്ടാൽ ഒരു പ്രവൃത്തി കൊണ്ടും, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രവൃത്തി കൊണ്ടും റീകൺസൈൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ശരീരം വിട്ടതിന് ശേഷം എങ്ങനെ റീകൺസൈൽ ചെയ്യാൻ പറ്റും? ഒന്നുകൊണ്ട് സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവം എത്രമാത്രം വെളിച്ചം നമുക്ക് തരുന്നോ ആ വെളിച്ചത്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മോട് തിരിച്ചു ചോദിക്കുന്നത്. അല്പം ലഭിച്ചവനോട് അല്പം ചോദിക്കും, അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. ഡിവൈൻ ലോയ്ക്ക് മാറ്റമില്ല. പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടത്ര വെളിച്ചം കിട്ടി. ആ ലഭിച്ച വെളിച്ചത്തിനനുസരിച്ചാണ് നമ്മൾ ഇന്ന് തിരിച്ചു ചോദിക്കുന്നത്. നിനക്ക് തന്ന വെളിച്ചത്തിനനുസരിച്ച് നിന്റെ രൂപാന്തരം നടന്നോ? ഞാൻ വീണ്ടും പറഞ്ഞു, തീം ഓഫ് ദ ലെറ്റസ്റ്റ് റോമൻ എന്ന് പറഞ്ഞ എന്താണ്? മേക്കിംഗ് someone to righteous, making someone righteous to justify by God. അതാണ് ഈ വചനം അയക്കുന്നത്. ആ സമയത്ത് ഭാഷനെ കുറ്റം പറഞ്ഞാലോ ഡിനോമിനേഷനെ കുറ്റം പറഞ്ഞാലോ ഒന്നും കൊണ്ട് കാര്യമില്ല. യെസ് ഐ ആം റോങ്. ഇതാണ് റിപ്പന്റൻസ്. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട അടയാളം അതാണ്. ഏതൊരു കാര്യത്തിലും യെസ് ഐ ആം റോങ്. സ്വയം നീതീകരിക്കില്ല. നിങ്ങൾക്കിത് ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ സോള് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അത് അവിടെ റെക്കോർഡുമാവും. റിപ്പന്റ് ചെയ്തുകൊണ്ട് ഒന്നും നഷ്ടം വരികയില്ല. ഒരിക്കലും നഷ്ടം വന്നിട്ടില്ല. സ്തോത്രം. അപ്പോൾ 12th ചാപ്റ്റർ തുടങ്ങി പറയുന്നത് ആ തോലുരിഞ്ഞു, അതിന് സെൽഫ് ഐഡന്റിറ്റി കളഞ്ഞു, പിന്നെ അവൻ തന്നെ ഗണ്ഡമായിട്ട് മുറിക്കണം. ഇവിടെയാണ് അനേകർക്ക് വേദനപ്പെടുന്ന വിഷയം. ചില കൂട്ടുകെട്ടുകൾ, ചില ആവശ്യമില്ല ദൈവത്തിന്റെ യാഗപീഠത്തിൽ വയ്ക്കുവാൻ തടസ്സമായി നിൽക്കുന്ന അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരങ്ങളായിട്ട്, ഭാര്യ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളായിട്ട്, കൂട്ടുകാരികളായിക്കോട്ടെ, എന്തിനേയും മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ.
അല്ലെങ്കിൽ നിന്റെ യാഗ ദൈവസന്നിധിയില് പ്രസാദമാകുകയില്ല. 10 വർഷം ഈജിപ്തിൽ അടിമകളാകേണ്ടി വന്നു. പിന്നെ അബ്രാമിന് സുബോധമുണ്ടായി. പ്രമാണപ്രകാരം യാഗപക്ഷെ കീറി കഴിഞ്ഞപ്പോഴാണ് പിളർപ്പിന്റെ ഇടയിൽ കൂടെ ദൈവം കടന്നു പോകുന്നത്. ഒരു ചെറിയ രാജ്യം ഒരു പക്ഷിയെ പിളർക്കാതിരുന്നത് കൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ കളയും. അത്ര ആവശ്യമുണ്ടോ? എന്നിട്ട് പറയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകക്കാരായിരിക്കാതെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പൊ വരുന്നുണ്ടല്ലോ ഉണ്ണിയേശുവിന്റെ ഉത്സവം. അത് കഴിയുമ്പോ ജാനുസ്താപന്റെ ഉത്സവം ജനുവരി 1. പെന്തക്കോസ്തുകാരെ പോലെ കർത്തൃമേശ ആചരിച്ചു ചെയ്തുകൊണ്ട് ആചരിക്കുകയാണ്. ഡിസംബർ 31 രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വിശ്വാസിയല്ല. അന്ന് തിമർത്ത് ഒരു പാട്ടൊക്കെ പാടി പുറകോട്ട് നോക്കിയൊരു സാക്ഷ്യം. ജാനുസ്താപിന് 2 തലയുണ്ട്, പുറകോട്ടൊരു തല, മുന്നോട്ടൊരു തല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെന്തക്കോസ്ത് ചർച്ചില് സാക്ഷ്യം പറയുന്നത്? പുറകോട്ട് നോക്കി കഴിഞ്ഞ കാലങ്ങളൊക്കെ ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു, വല്ലഭനായിരുന്നു, എന്നാൽ എനിക്ക് വേണ്ടത്ര കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയില്ല. തുടർന്ന് അടുത്ത പുതുവർഷത്തിലെ കർത്താവിന് കൃപയാലോ ഞാനും കുടുംബം കർത്താവിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കാനോ കർത്താവിന് വേണ്ടി ഫലം കഴിക്കാനോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പുറകോട്ട് നോക്കിയ ഒരു സാക്ഷ്യം, മുൻപോട്ട് നോക്കിയ സാക്ഷ്യം. ഇതാ ജാനുസ് ദേവന്റെ സാക്ഷ്യം. ഇത്ര പോലും മനസ്സിലാക്കാൻ പെന്തക്കോസ്തുകാർ പറ്റുന്നില്ലയോ? ജാതികളെ ചെയ്യട്ടെ. ഇതാ പറഞ്ഞ ഈ ലോകത്തിന് അനുരൂപരാകാതെ അവരും ചെയ്യുന്നുണ്ട്. ഇതാരോ എനിക്കൊരു ബർത്ത്ഡേയുടെ ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. ബർത്ത്ഡേയുടെ ഒറിജിൻ എവിടെയാണെന്ന്. ഈ ചർച്ചുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി കേരളത്തിൽ തന്നെ ഈ കമ്മ്യൂണിറ്റികളൊക്കെ ഉള്ളതായിട്ടുള്ള ആചാരങ്ങൾ ഈ ലോകത്ത് എവിടെ നിന്നാ വന്നതെന്ന് ഒന്ന് ട്രേസ് ചെയ്ത് ബാക്കിലേക്ക് നോക്കി അറിയാൻ പറ്റും. ഈ ശിശുസ്നാനം എവിടെ നിന്നാ വന്നെന്ന് ബാക്കിലേക്ക് നോക്കി അറിയാൻ പറ്റും. പിന്നെ ഒരാൾ ശിശുസ്നാനത്തിന് പോവുകയില്ല. ഈ പകൽ വർഷിപ്പുകളിൽ നിന്ന് പറയുമ്പോൾ ആർക്കത്ര അതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്തിനായി? ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഈ തിരികത്തിച്ച് ഊതിക്കെടുത്തുന്നത് എന്തിനാ? കേൾക്കുമ്പോൾ തന്നെ വെക്കുന്നത് എന്തിനാ? ക്രിസ്മസിന് ഈ സ്തൂപം പോലെയുള്ള മരം, യേശുവിന്റെ ജനനം ഈ മരവുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇത് ചിന്തിക്കാൻ പോലും അല്പം വിവരം പോലും ഇല്ലയോ? കത്തോലിക്കന് കുറ്റം പറയുമ്പോൾ ഇഷ്ടമാണ്, ഓർത്തഡോക്സാനെ കുറ്റം പറയുമ്പോൾ ഇഷ്ടമാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന നോക്ക്. ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിനാണ് യാത്ര പുറപ്പെട്ടത്, ഈ ലോകത്തിനാണ് നിന്റെ പിതാവ് വിളിച്ചു വേർതിരിച്ചത്, ഈ ലോകത്താണ് പിതാവ് ആകർഷിച്ച് പുത്രനിലേക്ക് അടുത്തത്. എന്തിനാ? റീകൺസൈൽ ചെയ്യുവാൻ. ലോകത്തോടല്ല നിരപ്പിക്കുന്നത്. യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കാനാണ് ശുശ്രൂഷ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വിളിച്ചു പറഞ്ഞത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയിലും എൻ്റെ വസ്ത്രധാരണം, എൻ്റെ ഭക്ഷണം, എൻ്റെ ആക്ടിവിറ്റികൾ ഈ ലോകത്തിന് അനുരൂപമാണോ? അപ്പൊ പല ഓർഗ്യുമെന്റുകളും ക്വസ്റ്റ്യൻസ് പലതും കൊണ്ടുവരാം. യേശുവിന് കാറുണ്ടായിരുന്നോ? യേശു കാലിൽ നടന്നല്ലേ ചെയ്തത്? നിങ്ങൾ അതിന് കാർ ഉപയോഗിക്കുന്നത്? ഇങ്ങനെ പല ഓർഗ്യുമെന്റുകളും കൊണ്ടുവരാം. ഓർഗ് ചെയ്തോട്ടെ. നിന്നെ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ നടത്തുന്നു? ഇതെല്ലാം പറയുമ്പോഴാണ് ഇതൊന്നും എല്ലാവരും അന്ന് ആ സമയത്ത് അങ്ങനെ ഇല്ലല്ലോ, ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, അന്ന് അങ്ങോട്ട് ചാടിയേക്കാം. അത് ഞാൻ ആരംഭത്തിലേ പറഞ്ഞ് റോമാലേഖനം ശരിയായിട്ടൊന്ന് പഠിപ്പിക്കുമ്പോൾ 80% ആൾക്കാർ ചർച്ചയിൽ നിന്ന് പോകുമെന്ന് എനിക്ക് അനുഭവമുള്ളതാണ്. അതിനാണ് ഞാൻ ആദ്യം ഇതിന്റെ തീം എന്താണെന്ന് പറയുന്നത്. മേക്കിംഗ് സമ്മൺ റൈഷ്യസ്. നിന്നെ നീതിമാനായി നിർത്തിയാൽ മാത്രമേ ദൈവം പ്രൊനൗൺസ് ചെയ്യൂ. യെസ്, ഈ വ്യക്തി എന്നോട് കൂടെ നിൽപ്പാൻ യോഗ്യനാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യനായി ഒരുവനെ ഉള്ളോ, ക്രിസ്തു യേശു മാത്രം. അവനെ ധരിക്കുകയാണെങ്കിൽ പിതാവായ ദൈവം ഡിക്ലെയർ ചെയ്യും, യെസ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഈ ശബ്ദം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഹല്ലേലൂയ. ആ പുത്രത്വത്തിന്റെ പക്വതയിലേക്ക് നാം കടന്നു വരണം. 15-ാം അധ്യായത്തിൽ തന്നെ അനേക കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു ഐഡിയ തന്നോളം ഞങ്ങൾ വേർഡ് പഠിക്കും. ഈ 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ തന്നെ ഒരു 4 മാസം എടുത്താൽ
ആൾക്കാർക്ക് ഒന്ന് ചെത്തിപ്പിടിപ്പാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിക്ക് മുൻപ് 8-ാം അധ്യായം വരേക്കും നല്ല പെർഫെക്റ്റ് ആകണം. യെസ്, എനിക്ക് രക്ഷ വേണം, വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മാസ്റ്റർമാർ കത്തിയും വടിയും വാളും കൊണ്ടൊന്നും വരണ്ട, തന്നെ പൊക്കോളും. 13-ാം അധ്യായത്തിൽ സിവിൽ ഗവൺമെൻറ്റുമായിട്ടുള്ള വിശ്വാസിയുടെ ഡീലിങ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് വളരെ വ്യക്തമാക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് വേഴ്സ് മാത്രം ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് വായിക്കാം. Let every person be loyally subject to the governing civil authorities, for there is no authority except from God, by His permission, His sanctions, and those that exist do so by God's appointment. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ടാക്സ് കൊടുക്കാൻ പത്രോസിനോട് പറഞ്ഞത്, മീനെ പിടിച്ച ടാക്സ് കൊടുത്തത്. ഹല്ലേലൂയ. ഗവൺമെന്റ് അതോറിറ്റികൾ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഏത് കാര്യങ്ങളും നാം അനുസരിപ്പാൻ യോഗ്യരാണ്. COVID-19 വന്നപ്പോൾ ഗവൺമെന്റിന്റെ നിയമം എന്ന് പറഞ്ഞ് നീ മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയെങ്കിൽ നീ കർത്താവിനല്ല ആശ്രയിച്ചത്, അത് വേറെ സബ്ജക്റ്റാ. എന്നാൽ നീ ഓവർ സ്പീഡ് ഡ്രൈവ് ചെയ്തിട്ട് ചെയ്തതിന്റെ തെറ്റ് പോലീസ് പിടിച്ച് ഫൈൻ തന്നാൽ ദൈവത്തിന്റെ അധികാരി എന്റെ നിയമത്തിന് വേണ്ടി വടി ഉപയോഗിച്ചു, കർത്താവേ സ്തോത്രം, എനിക്ക് കണ്ണു തുറന്നല്ലോ എന്ന് പറയേണ്ടത്. പോലീസുകാരുടെ കുറ്റം പറഞ്ഞ് ഓർഗി ചെയ്യാൻ പോകരുത്. എന്നാൽ നാളെ മോദി എല്ലാവരും ശിവന്റെ അമ്പലത്തിൽ പോയി നിസ്കരിക്കണം, അല്ലെങ്കിൽ ഇവിടെ മോസ്കിൽ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അച്ചായ അവിടെ നിൽക്ക, ഞാൻ ദൈവമാരാന്ന് കാണിച്ചു തരാൻ നിനക്കൊന്ന് പറയാം. സ്തോത്രം. അതിനുള്ള ഗഡ്സ് ഉണ്ടാകണം. അതിനാ ക്രിസ്തുവിന് വസിക്കേണ്ടി വരുന്നത്. ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. അതിനെ പറഞ്ഞ സിവിൽ ഗവൺമെന്റ്, ദൈവം നിയോഗിച്ചിരിക്കുന്ന അധികാരികൾ. അതിനാണ് എല്ലാ രാജ്യങ്ങൾക്കും ഒരു പീനൽ കോഡുണ്ട്, ഗവേണിംഗ് ലോ ഉണ്ട്. അതില്ലാത്തൊരു രാജ്യമില്ല. ആ ഗവേണിംഗ് ലോ ദൈവത്താൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. അതിനെ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിനും ദൈവിക പ്രവൃത്തിക്കും ക്രിസ്തുവിന്റെ നാമത്തിനും എതിരായി വരുന്ന ഒരു ലോയും നാം അനുസരിക്കേണ്ട, കഴുത്ത് വെച്ച് കൊടുക്കേണ്ടി വരുന്ന വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ യഹോവ വിറ്റ്നസ്സുകാര് കുഞ്ഞുങ്ങൾ ജനഗണമന പാടാത്തതുപോലെ, അല്ലെങ്കിൽ സാറ്റർഡേ ശബത്തുകാർ സാറ്റർഡേ എക്സാം എഴുതാത്ത പോലെ ഒന്നും അല്ല. അതല്ല എൻ്റെ കാര്യങ്ങൾ. ഇവിടേക്ക് ഓരോ കാര്യങ്ങളെടുത്ത് നമ്മൾ വിവേചിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിന്റെ നിയമം എന്താ ഇതെന്നറിയുമ്പോ ആദ്യം ഈ 8-ാം അധ്യായം വരെ ഉള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാത്തത് കൊണ്ട് റീകൺസിലേഷൻ നടന്നിട്ടില്ല. മറ്റൊരു കാര്യസ്ഥ കർത്തൃത്വം ഏറ്റെടുക്കാൻ വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം ആർഗ്യുമെന്റ്സുകളൊക്കെ വരുന്നത്. ഇപ്പൊ 13-ാം അധ്യായത്തിന്റെ ഏകദേശം ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി 14-ാം അധ്യായത്തില് സംശയ വിചാരങ്ങൾ കൊണ്ട് മറ്റൊരു വിധിക്കരുത്. ഇത് സഭയ്ക്കുള്ള കാര്യമാണ്, സഭയ്ക്ക് പുറത്തുള്ള കാര്യമല്ല. ഇത്തരം വ്യാജ ആത്മാക്കള് വ്യാജമായ ഉപദേശങ്ങൾ കൊണ്ടുവന്ന് പല വിധത്തിലും ദൈവമക്കളെ വഞ്ചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 12, 13, 14 അധ്യായങ്ങള് ദൈവസഭയ്ക്കുള്ള കാര്യമാണ് പറയുന്നത്. വിത്തിൻ ദ ചർച്ച്. ഹല്ലേലൂയ. ഒരുവന്റെ ഭക്ഷണ രീതികള്, ഒരുവന്റെ വസ്ത്രധാരണ രീതികള്, അത് നീ ദൈവം അവന് കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ രീതിയിലായിരിക്കട്ടെ. അവിടെ ഒരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പോൾ പറയുന്നത്. അതുപോലെ എല്ലാ കാര്യത്തിലും. ഇനി 15-ാം അധ്യായത്തിലാണ് അവിടെ പറയുന്നത്, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനത ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മൾ ഓരോരുത്തർ കൂട്ടുകാരന്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. താഴോട്ട് ക്രിസ്തുവിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഒരുവൻ ശക്തൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എനർജി അല്ല, വിശ്വാസത്തിലുള്ള ശക്തി, പ്രത്യാശയിലുള്ള ശക്തി. നിനക്ക് ക്രിസ്തുവിൽ എന്ത് ലഭിച്ചിട്ടുണ്ടോ, ബൈ ഗ്രേസ്, ഇറ്റ് ഈസ് നോട്ട് ഫോർ യു. രോഗശാന്തി ഉണ്ടോ, വിശ്വാസത്തിന്റെ കൃപാവരമുണ്ടോ, വിശ്വാസത്തിൽ ബലഹീനനായ ഒരുവനെ വിശ്വാസത്തിൽ നിലനിർത്തുവാനാണ് നിനക്ക് തന്നിരിക്കുന്നത്. ഏതൊരു കൃപാവരം, നിനക്ക് രോഗശാന്തി ഉണ്ടോ,
നീ രോഗം മരുന്ന് കഴിക്കില്ല സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കാനല്ല. അതുകൊണ്ട് ബലഹീനമായ ഒരു വിശ്വാസി സാരമില്ല, ചെറിയൊരു തലവേദന നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, വാ, കർത്താവിന് ഇങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട്, അവൻ്റെ അടിപ്പില സൗഖ്യമുണ്ട്. സഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് തരില്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലത് നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്നു. അപ്പൊ ഈ തലവേദന എന്തോ ഒരു കാര്യം നന്മയ്ക്ക് വേണ്ടിയാണ്. നമുക്കൊന്ന് കൂടി ഇത് പ്രാർത്ഥിക്കാം. അവർക്ക് പ്രാർത്ഥനയും ബലം കിട്ടുന്നത് മാറി ഇത് പ്രാർത്ഥിക്കുക, കർത്താവേ ആ ബലഹീന ശരീരത്തെ നീ ഒന്ന് സന്ദർശിക്കണം, അവരുടെ രോഗം എനിക്ക് താ. അവർക്ക് ആശ്വാസം കൊടുക്കും, വിശ്വാസത്തെ ബലപ്പെടുത്തുക കർത്താവേ. അങ്ങനെ ചിലപ്പോൾ രോഗം വഹിക്കേണ്ടി വരും, ചിലപ്പോൾ മറ്റുള്ളവരുടെ മരണം വഹിക്കേണ്ടി വരും. ഇതാണ് ശരീരത്തിൻ്റെ പ്രവൃത്തി. ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടാണ് പറയുന്നത്, സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കാനല്ല. നിനക്ക് എന്തോ ഒരു കൃപാവരം ലഭിച്ചിട്ടുണ്ടോ, ഒരു കൃപ കിട്ടിയിട്ടുണ്ടോ, അതുകൊണ്ട് മറ്റൊരുവിനെ കൊല്ലല്ല വേണ്ടത്, മറ്റൊരുവനെ താങ്ങണം. എന്നിട്ട് തന്നെ തന്നെ പ്രസാദിക്കാതിരിക്കുകയും കൂടെ വേണം. ഞാൻ ഇങ്ങനെ ചെയ്തതാണ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, വലിയൊരു കാര്യമില്ല. ഞാൻ എൻ്റേത് എവിടെയെങ്കിലും പറഞ്ഞാൽ തീർന്നു. ഹല്ലേലൂയ. 15 കഴിഞ്ഞിട്ട് ഇനി 16-ാം അധ്യായത്തിൽ ചില കാര്യങ്ങളെ 15 ഒത്തിരി വിവരിക്കാനുണ്ട്. അത് നമുക്ക് ഓരോ വേർഡ് പഠിക്കുമ്പോൾ പഠിക്കാം. ഞാൻ ഒരു ക്രീം പറഞ്ഞെന്നുള്ള 12-ാം അധ്യായം തുടങ്ങി 15-ാം അധ്യായത്തിൻ്റെ ആ സ്വഭാവങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് അവൻ സ്തോത്രം വീണ്ടും ജനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തിയോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം എന്നതിന് ചെറിയൊരു രൂപരേഖ പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഹല്ലേലൂയ. ഇനി പൗലോസ് ഈ പറയുന്ന സുവിശേഷം അല്ലെങ്കിൽ ഈ റോമാലേഖനത്തിൽ കൂടെ പറഞ്ഞു തന്നിട്ടുള്ള ക്രിസ്ത്യൻ ചർച്ചിന്റെ ബേസിക് ഡോക്ട്രിനെ കുറിച്ച് പറയുകയാണ്. അതിന്റെ ലാസ്റ്റ് വേഴ്സ് 24, ചാപ്റ്റർ 16 വേഴ്സ് 24 പറയുകയാണ്, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. ഞാൻ പല പ്രാവശ്യം പറയേണ്ട, വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിന് അനുസരണം വേണം. വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അപ്പൊ താൻ പ്രസ്താവിക്കുന്ന ഈ സുവിശേഷം, അതായത് ക്രിസ്തുവേശുവിലെ വിശ്വാസത്താലുള്ള സൗജന്യമായ നീതീകരണം, നീതീകരിക്കപ്പെട്ട വ്യക്തി എന്തെല്ലാം പ്രവർത്തികൾ കൂടെ പോകണം, എങ്ങനെയാണ് ആ നീതീകരണം നമ്മളിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് കണക്കിടുന്നത്, എന്താണ് വിശ്വാസ സ്നാനം, എങ്ങനെയാണ് കൃപ നമ്മളിൽ ഇമ്പ്യൂട്ട് ആകുന്നത്, ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിച്ചു പോകുന്ന ആ സുവിശേഷം ഇതാണ്. ഇത് മുൻകാലങ്ങളിൽ മറഞ്ഞിരുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് വെളിപ്പെട്ട് തന്നതാണ്. ഇത് സ്വന്തം ബുദ്ധിയല്ല, ഒരു സഭയുടെ പരിപാടിയല്ല, ദൈവത്തിന്റെ സുവിശേഷം ഇതാണ്. എന്നിട്ട് അതിന് കൗണ്ടർ ചെയ്യുന്ന മറ്റു ഉപദേശങ്ങളെ കുറിച്ച് പറയുന്നതാണ് 16:17 ഓൺവേഴ്സ്. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഡീപ്പായിട്ടൊരു ഉപദേശം തന്നതിന് ശേഷം പൗലോസ് പറയാണ്, നിനക്ക് തോന്നുന്ന പക്ഷെ അവന് പെന്തിക്കോസ്തുകാരനാ, അവന് വിശ്വാസിയാ, അത് അവനുമായിട്ട് സ്വതന്ത്രം പറയാ, അവനും കൈയിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ കൃപയിൽ നിന്ന് നീ അകന്നുപോയേ. ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവേൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറിനെ എത്ര സേവിക്കുകയും ചക്രവാക്ക് മുഖസ്തുതി പറഞ്ഞ് സാധുക്കളെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. അപ്പോൾ ഉപദേശം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയാറുള്ളൂ. പിന്നെ യോഹന്നാൻ കുറച്ചുകൂടി കഠിനമായിട്ടാണ് പറഞ്ഞിരിക്കുന്ന ലേഖനങ്ങൾ. അത്തരമുള്ള ആൾക്കാരെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കൈ കൊടുക്കരുത്. നീ അവനുമായിട്ട് കുശലം പറഞ്ഞാൽ അവന്റെ പാപത്തിൽ ഓഹരിക്കാരാവണം. ഇവിടെയാണ് ഗണ്ഡമായി മുറിക്കൽ വിഷയം വരുന്നത്. നിന്റെ സോളിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആരെ മുറിച്ച് കളയണമോ
മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ. ശരിയായ ഉപദേശത്തിൽ നിൽക്കാതെ വേറൊരു രീതിയിലായി കഴിഞ്ഞാൽ നീ അവരുമായിട്ട് കൂട്ടായ്മ കൊടുത്താൽ ഇതൊക്കെ ഒത്തിരി അനുഭവിച്ച് ഇതിന്റെ മുറിവുകൾ കൈപ്പുള്ള വെള്ളം ഒത്തിരി കുടിച്ച് കർത്താവിന്റെ കൃപയാൽ ഇതാണ് യഥാർത്ഥ മാർഗമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. എല്ലാവരുടെ തോളിൽ കൈയിട്ടുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അവർ പെന്തിക്കോസ്തുകാരല്ലയോ, അവർ രക്ഷിക്കപ്പെടുകയില്ല, അവർ സ്വർഗത്തിൽ പോകുകയില്ല, നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകുള്ളൂ. യെസ്, പൗലോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാ, എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ. ഇത് പൗലോസിന് ബുദ്ധി കൊണ്ടുണ്ടാക്കിക്കൊണ്ടെന്നല്ല, അത് കൺപിടിച്ചത് അവസാനം അങ്ങനെ. സ്തോത്രം. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ദൈവം വെളിപ്പെടുത്തുന്ന ക്രിസ്തു എന്ന് പ്രാപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത്. ദൈവകൃപയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബുദ്ധിയുടെ ഒരു പഠിപ്പിക്കലായിരിക്കില്ല, ദൈവവചനം കൊണ്ട് നമ്മെ ശുദ്ധീകരിച്ചെടുക്കണം. അതിൽ ഓരോരുത്തരും ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ എന്നോട് സംസാരിക്കുക, വചനത്തിൻ്റെ ശക്തി എനിക്ക് രൂപാന്തരപ്പെടുത്തട്ടെ. ചിലപ്പോൾ 10, 20, 30 വർഷങ്ങളൊക്കെ ആയിട്ടുള്ളവരായിരിക്കാം. ഒരു പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ലായിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഓരോ സ്റ്റേജിലും കർത്താവേ കൃപ തായോ, നിനക്ക് ഇഷ്ടമല്ലാത്ത എന്തും എൻ്റെ ശരീരത്തിനാകട്ടെ, ആത്മാവിനാകട്ടെ, പ്രാണനാകട്ടെ, നിനക്ക് ഇഷ്ടമല്ലാത്ത ബന്ധങ്ങൾ എന്നേക്ക് മാറ്റുമ്പോൾ കർത്താവേ എനിക്ക് നീ വെളിപ്പെടുത്തുക. ഹൃദയപൂർവ്വം വേണം പറയാം, നീ എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ ഞാൻ ഉപേക്ഷിക്കാം. അതാ സംഗീതകാരൻ പറയുന്നത്, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി, നിന്റെ അഗ്നിജ്വാലിക്കത്തുള്ള കണ്ണുകളെ കൊണ്ട് നോക്കി എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വെളിപ്പെടുത്തി തന്നാൽ കർത്താവേ വ്യസനത്തിലുള്ള മാർഗമാണെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാം. വ്യസനത്തിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? നരകത്തിൽ പോകുന്ന മാർഗമാണെങ്കിൽ ഒരു തൊന്നപക്ഷ പിടിക്കുന്ന ശരിയായ ഉപദേശത്തിന് വേറൊരു ഉപദേശം നിൽക്കുന്ന ഒരാളുമായിട്ട് നീ കൂട്ടുകെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, നിന്റെ കൂട്ടുകെട്ട് നിനക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗെറ്റ് ഓഫ്. അവിടെ പിന്നെ അപ്പനോ അമ്മയോ ഭാര്യ കുഞ്ഞുങ്ങളോ സഹോദരനോ സഹോദരി ഒന്നും വിഷയമല്ല. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ പോരെ. അബ്രാമിനെ ദൈവം മേഘനാട്ടം വിളിച്ച് വേർതിരിച്ചത്, കൂടെ അപ്പനെയും കൊണ്ടുവന്നു, ലോത്തിനെയും കൊണ്ടുവന്നു. അവിടെ ചെന്നു ആരാലിനെ നിർത്തി ദൈവം, തേരകനെ ആരാലിനെ വെച്ച് മാറ്റിക്കളഞ്ഞു. പിന്നീട് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ സ്വർഗ്ഗപ്രവൃത്തി 7-ാം അധ്യായത്തിലാണ് വിവരിക്കുന്നത്. മെസോപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോഴാണ് വിളിച്ചത്, 12-ാം അധ്യായത്തിലല്ല വിളിക്കുന്നത്. മെസോപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോഴേ വിളിച്ചതാ. പക്ഷെ പോന്നപ്പോൾ എന്താ പറഞ്ഞത്? നീ നിന്റെ ദേശത്തെയും പിതൃജനത്തെയും ചാർച്ചക്കാരെയും വിട്ടുപോരണം. തേരകനെ കൊണ്ടുവരാൻ പറഞ്ഞില്ല, ആരാനെ കൊണ്ടുവരാൻ പറഞ്ഞില്ല, ലോത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞില്ല. പക്ഷെ പോന്നപ്പോൾ എല്ലാവരും കൂടെ കൊണ്ടുപോകണം. എനിക്ക് കുടുംബമായിട്ട് ശാനപ്പെടണം. എൻ്റെ ഭർത്താവ് അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങളയ്യോ, എനിക്ക് കുടുംബമായിട്ട് വേണം. ദൈവത്തിൻ്റെ പദ്ധതിയല്ല. നിന്നെ വിളിക്കുന്നു, നിന്റെ സോൾ നിനക്ക് മനസ്സിലാവുന്നുണ്ട്. യെസ്, എന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. ഗെറ്റ് റെഡി. പിന്നെ ലോകത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കും. ആരാ? സ്വർഗത്തിലും ഭൂമിയിലും നിന്റെ വിശ്വാസത്തിന്, നിന്റെ സമർപ്പണത്തിന് വേണ്ടി സ്വർഗത്തിലും ഭൂമിയിലുള്ള എന്തിനേയും എന്തും ചെയ്യുവാൻ അധികാരമുള്ളവർ അതിനെ വിളിക്കുന്നത്. അതല്ല പത്രോസിനെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് പത്രോസിനെ വിളിച്ചു, എല്ലാം വിട്ടിറങ്ങി. സെബദി മക്കളെ വിളിച്ചു, അപ്പനെയും വലിയ എല്ലാം വിട്ടിറങ്ങി. ആ വിളിക്ക് അതോറിറ്റി ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനാണ് നിന്നോട് സംസാരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നോക്കാൻ അവനറിയാം. ഹല്ലേലൂയ. ഒരു ഏകദേശം ഒരു ഐഡിയ, ഈ ലേഖനത്തിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്ക് മനസ്സിലായത് ഒരു പേജിൽ കൂടുതൽ എഴുതണ്ട, ഓൺലി 1 പേജ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ബൈ മൺഡേ തരുവാണെങ്കിൽ, ഞാൻ ട്യൂസ്ഡേ തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മൺഡേ വരേക്ക് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, ഇത്രയും 5 ദിവസത്തെ ക്ലാസ്സുകളിൽ കൂടെ എന്താ മനസ്സിലായത്? ജസ്റ്റ് 1 പേജ് ഓൺലി. അത് നിങ്ങൾക്ക് മനസ്സിലായതിനനുസരിച്ച് കൊണ്ട് എനിക്ക് എത്ര ഡെപ്തിന് പോകണമെന്ന് ഞാനെല്ലാം ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നടത്തുന്നത്. ഈ ക്ലാസ് കുറച്ച് സമയം കഴിയുമ്പോൾ നാം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആമേ സ്തോത്രം, നാം റൈഷ്യസ് ആയി തീരണം. ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ യെസ്, എൻ്റെ പ്രിയ മകനെ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, സഹോദരിമാരും പുത്രന്മാരാ വിശ്വാസത്തിൽ എന്ന് വിളിക്കപ്പെടണം. നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്, ആബ്സല്യൂട്ട്ലി ഫ്രീ ഗിഫ്റ്റ്.
ദൈവമേ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധമായ ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കുന്നമായിട്ടുള്ള ഈ സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ശബ്ദം കേൾക്കുന്ന അനുരൂപമാകാതെ ഈ ലോകക്കാരായിരിക്കാതെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പൊ വരുന്നുണ്ടല്ലോ ഉണ്ണിയേശുവിന്റെ ഉത്സവം. അത് കഴിയുമ്പോ ജാനുസ്തേവന്റെ ഉത്സവം ജനുവരി 1. പെന്തക്കോസ്തുകാരെ പോലെ കർത്തൃമേശ ആചരിച്ചു ചെയ്തുകൊണ്ട് ആചരിക്കുകയാണ്. ഡിസംബർ 31 രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വിശ്വാസിയല്ല. അന്ന് തിമർത്ത് ഒരു പാട്ടൊക്കെ പാടി എന്താ പുറകോട്ട് നോക്കിയൊരു സാക്ഷ്യം. ജാനുസ്തേവന് 2 തലയുണ്ട്, പുറകോട്ടൊരു തല, മുന്നോട്ടൊരു തല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെന്തക്കോസ്ത് ചർച്ചില് സാക്ഷ്യം പറയുന്നത്? പുറകോട്ട് നോക്കി കഴിഞ്ഞ കാലങ്ങളൊക്കെ ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു, വല്ലഭനായിരുന്നു, എന്നാൽ എനിക്ക് വേണ്ടത്ര കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയില്ല. തുടർന്ന് അടുത്ത പുതുവർഷത്തിലെ കർത്താവിന് കൃപയാല് ഞാനും കുടുംബം കർത്താവിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കാനോ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാനോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പുറകോട്ട് നോക്കിയ ഒരു സാക്ഷ്യം, മുൻപോട്ട് നോക്കിയ സാക്ഷ്യം. ഇതാ ജാനുസ്തേവന്റെ സാക്ഷ്യം. ഇത്ര പോലും മനസ്സിലാക്കാൻ പെന്തക്കോസ്തുകാർ പറ്റുന്നില്ലയോ? ജാതികളെ ചെയ്യട്ടെ. ഇതാ പറഞ്ഞ ഈ ലോകത്തിന് അനുരൂപരാകാതെ അവരും ചെയ്യുന്നുണ്ട്. ഇതാരോ എനിക്കൊരു ബർത്ത്ഡേയുടെ ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. ബർത്ത്ഡേ ഒറിജിൻ എവിടെയാണെന്ന്. ഈ ചർച്ചുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി കേരളത്തിൽ തന്നെ ഈ കമ്മ്യൂണിറ്റികളൊക്കെ ഉള്ളതായിട്ടുള്ള ആചാരങ്ങൾ ഈ ലോകത്ത് എവിടെ നിന്നാ വന്നതെന്ന് ഒന്ന് ട്രേസ് ചെയ്ത് ബാക്കിലേക്ക് നോക്കി അറിയാൻ പറ്റും. ഈ ശിശുസ്നാനം എവിടെ നിന്നാ വന്നെന്ന് ബാക്കിലേക്ക് നോക്കി അറിയാൻ പറ്റും. പിന്നെ ഒരാൾ ശിശുനാഥത്തിന് പോവുകയില്ല. ഈ പകൽ വർഷിപ്പുകളിൽ നിന്ന് പറയുമ്പോൾ ആർക്കത്ര അതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്തിനായി? ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഈ തിരി കത്തിച്ച് ഊതിക്കെടുത്തുന്നത് എന്തിനാ? കേക്കും എന്തിനാ വെക്കുന്നത്? എന്തിനാ ക്രിസ്മസിന് ഈ സ്തൂപം പോലെയുള്ള മരം, യേശുവിന്റെ ജനനം ഈ മരവുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇത് ചിന്തിക്കാൻ പോലും അല്പം വിവരം പോലും ഇല്ലയോ? ആ കത്തോലിക്കന് കുറ്റം പറയുമ്പോൾ ഇഷ്ടമാണ്, ഓർത്തഡോക്സിനെ കുറ്റം പറയുമ്പോൾ ഇഷ്ടമാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന നോക്ക്. ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. ഈ ലോകത്തിൽ നിന്നാണ് നിന്റെ പിതാവ് വിളിച്ചു വേർതിരിച്ചത്. ഈ ലോകത്താണ് പിതാവ് ആകർഷിച്ച് പുത്രനിലേക്ക് അടുത്തത്. എന്തിനാ? റീകൺസൈൽ ചെയ്യുവാൻ. ലോകത്തോടല്ല നിരപ്പിക്കുന്നത്. യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കാനാണ് ശുശ്രൂഷ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വിളിച്ചു പറഞ്ഞത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയിലും എൻ്റെ വസ്ത്രധാരണം, എൻ്റെ ഭക്ഷണം, എൻ്റെ ആക്ടിവിറ്റികൾ ഈ ലോകത്തിന് അനുരൂപമാണോ? അപ്പൊ പല ഓർഗ്യുമെന്റുകളും ക്വസ്റ്റ്യൻസ് പലതും കൊണ്ടുവരാം. യേശുവിന് കാറുണ്ടായിരുന്നോ? യേശു കാലിൽ നടന്നല്ലേ ചെയ്തത്? നിങ്ങൾ അതിന് കാർ ഉപയോഗിക്കുന്നത്? ഇങ്ങനെ പല ഓർഗ്യുമെന്റുകളും കൊണ്ടുവരാം. ചെയ്തോട്ടെ. നിന്നെ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ നടത്തുന്നു? ഇതെല്ലാം പറയുമ്പോഴാണ് ഇതൊന്നും എല്ലാവരും അന്ന് ആ സഭയിൽ അങ്ങനെ ഇല്ലല്ലോ, ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, അന്ന് അങ്ങോട്ട് ചാടിയേക്കാം. അത് ഞാൻ ആരംഭത്തിലേ പറഞ്ഞ് റോമാലേഖനം ശരിയായിട്ടൊന്ന് പഠിപ്പിക്കുമ്പോൾ 80% ആൾക്കാർ ചർച്ചയിൽ നിന്ന് പോകുമെന്ന് എനിക്ക് അനുഭവമുള്ളതാണ്. അതിനാണ് ഞാൻ ആദ്യം ഇതിന്റെ തീം എന്താണെന്ന് പറയുന്നത്. മേക്കിംഗ് സമ്മൺ റൈഷ്യസ്. നിന്നെ നീതിമാനായി നിർത്തിയാൽ മാത്രമേ ദൈവം പ്രൊനൗൺസ് ചെയ്യൂ. യെസ്, ഈ വ്യക്തി എന്നോട് കൂടെ നിൽപ്പാൻ യോഗ്യനാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യനായി ഒരുവരെ ഉള്ളോ, ക്രിസ്തു യേശു മാത്രം. അവരെ ധരിക്കുകയാണെങ്കിൽ പിതാവായ ദൈവം ഡിക്ലെയർ ചെയ്യും, യെസ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഈ ശബ്ദം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഹല്ലേലൂയ. ആ പുത്രത്വത്തിന്റെ പക്വതയിലേക്ക് നാം കടന്നു വരണം. 15-ാം അധ്യായത്തിൽ തന്നെ അനേക കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു ഐഡിയ തന്നോളം ഞങ്ങൾ വേഡ് പഠിക്കും. ഈ 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ തന്നെ ഒരു 4 മാസം എടുത്താൽ ആൾക്കാർക്ക് ഒന്ന് ചെത്തിപ്പിടിപ്പാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിക്ക് മുൻപ് 8-ാം അധ്യായം വരേക്കും നല്ല പെർഫെക്റ്റ് ആകണം. യെസ്, എനിക്ക് രക്ഷ വേണം, വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മാസ്റ്റർമാർ കത്തിയും വടിയും വാളും കൊണ്ടൊന്നും വരണ്ട, തന്നെ പൊക്കോളും.
13-ാം അധ്യായത്തില് സിവിൽ ഗവൺമെന്റുമായിട്ടുള്ള വിശ്വാസിയുടെ ഡീലിങ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് വളരെ വ്യക്തമാക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് വേഴ്സ് മാത്രം ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് വായിക്കാം. Let every person be loyally subject to the governing civil authorities, for there is no authority except from God, by His permission, His sanctions, and those that exist do so by God's appointment. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ടാക്സ് കൊടുക്കാൻ പത്രോസിനോട് പറഞ്ഞത്, മീനെ പിടിച്ച് ടാക്സ് കൊടുത്തത്. ഹല്ലേലൂയ. ഗവൺമെന്റ് അതോറിറ്റികൾ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഏത് കാര്യങ്ങളും നാം അനുസരിപ്പാൻ യോഗ്യരാണ്. COVID-19 വന്നപ്പോൾ ഗവൺമെന്റിന്റെ നിയമം എന്ന് പറഞ്ഞ് നീ മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയെങ്കിൽ നീ കർത്താവിനല്ല ആശ്രയിച്ചത്, അത് വേറെ സബ്ജക്റ്റാ. എന്നാൽ നീ ഓവർ സ്പീഡ് ഡ്രൈവ് ചെയ്തിട്ട് ചെയ്തതിന്റെ തെറ്റ് പോലീസ് പിടിച്ച് ഫൈൻ തന്നാൽ ദൈവത്തിന്റെ അധികാരി എന്റെ നിയമത്തിന് വേണ്ടി വടി ഉപയോഗിച്ചു, കർത്താവേ സ്തോത്രം, എനിക്ക് കണ്ണു തുറന്നല്ലോ എന്ന് പറയേണ്ടത്. പോലീസുകാരുടെ കുറ്റം പറഞ്ഞ് ഓർഗി ചെയ്യാൻ പോകരുത്. എന്നാൽ നാളെ മോദി എല്ലാവരും ശിവന്റെ അമ്പലത്തിൽ പോയി നിസ്കരിക്കണം, അല്ലെങ്കിൽ ഇവിടെ മോസ്കിൽ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അച്ചായ അവിടെ നിൽക്ക, ഞാൻ ദൈവമാരാന്ന് കാണിച്ചു തരാൻ നിനക്കൊന്ന് പറയാം. സ്തോത്രം. അതിനുള്ള ഗഡ്സ് ഉണ്ടാകണം. അതിനാ ക്രിസ്തുവിന് വസിക്കേണ്ടി വരുന്നത്. ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. അതിനെ പറഞ്ഞ സിവിൽ ഗവൺമെന്റ്, ദൈവം നിയോഗിച്ചിരിക്കുന്ന അധികാരികൾ. അതിനാണ് എല്ലാ രാജ്യങ്ങൾക്കും ഒരു പീനൽ കോഡുണ്ട്, ഗവേണിംഗ് ലോ ഉണ്ട്. അതില്ലാത്തൊരു രാജ്യമില്ല. ആ ഗവേണിംഗ് ലോ ദൈവത്താൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. അതിനെ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിനും ദൈവിക പ്രവൃത്തിക്കും ക്രിസ്തുവിന്റെ നാമത്തിനും എതിരായി വരുന്ന ഒരു ലോയും നാം അനുസരിക്കേണ്ട, കഴുത്ത് വെച്ച് കൊടുക്കേണ്ടി വരുന്ന വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ യഹോവ വിറ്റ്നസ്സുകാര് കുഞ്ഞുങ്ങൾ ജനഗണമന പാടാത്തതുപോലെ, അല്ലെങ്കിൽ സാറ്റർഡേ ശബത്തുകാർ സാറ്റർഡേ എക്സാം എഴുതാത്ത പോലെ ഒന്നും അല്ല. അതല്ല എൻ്റെ കാര്യങ്ങൾ. ഇവിടേക്ക് ഓരോ കാര്യങ്ങളെടുത്ത് നമ്മൾ വിവേചിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിന്റെ നിയമം എന്താ ഇതെന്നറിയുമ്പോൾ ആദ്യം 8-ാം അധ്യായം വരെ ഉള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാത്തത് കൊണ്ട് റീകൺസിലേഷൻ നടന്നിട്ടില്ല. മറ്റൊരു കാര്യസ്ഥ കർത്തൃത്വം ഏറ്റെടുക്കാൻ വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം ആർഗ്യുമെന്റ്സുകളൊക്കെ വരുന്നത്. ഇപ്പൊ 13-ാം അധ്യായത്തിന് ഏകദേശം ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി 14-ാം അധ്യായത്തില് സംശയ വിചാരങ്ങൾ കൊണ്ട് മറ്റൊരെന്ന് വിധിക്കരുത്. ഇത് സഭയ്ക്കുള്ള കാര്യമാണ്, സഭയ്ക്ക് പുറത്തുള്ള കാര്യമല്ല. ഇത്തരം വ്യാജ ആത്മാക്കള് വ്യാജമായ ഉപദേശങ്ങൾ കൊണ്ടുവന്ന് പല വിധത്തിലും ദൈവമക്കളെ വഞ്ചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 12, 13, 14 അധ്യായങ്ങള് ദൈവസഭയ്ക്കുള്ള കാര്യമാണ് പറയുന്നത്. വിത്തിൻ ദ ചർച്ച്. ഹല്ലേലൂയ. ഒരുവന്റെ ഭക്ഷണ രീതികള്, ഒരുവന്റെ വസ്ത്രധാരണ രീതികള്, അത് നീ ദൈവം അവന് കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ രീതിയിലായിരിക്കട്ടെ. അവിടെ ഒരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പോൾ പറയുന്നത്. അതുപോലെ എല്ലാ കാര്യത്തിലും. ഇനി 15-ാം അധ്യായത്തിലാണ് അവിടെ പറയുന്നത്, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതയെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മൾ ഓരോരുത്തർ കൂട്ടുകാരന്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. താഴോട്ട് ക്രിസ്തുവിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഒരുവൻ ശക്തൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എനർജി അല്ല, വിശ്വാസത്തിലുള്ള ശക്തി, പ്രത്യാശയിലുള്ള ശക്തി. നിനക്ക് ക്രിസ്തുവിൽ എന്ത് ലഭിച്ചിട്ടുണ്ടോ, ബൈ ഗ്രേസ്, ഇറ്റ് ഈസ് നോട്ട് ഫോർ യു. രോഗശാന്തി ഉണ്ടോ, വിശ്വാസത്തിന്റെ കൃപാവരമുണ്ടോ, വിശ്വാസത്തിൽ ബലഹീനനായ ഒരുവനെ വിശ്വാസത്തിൽ നിലനിർത്തുവാനാണ് നിനക്ക് തന്നിരിക്കുന്നത്. ഏതൊരു കൃപാവരം. നിനക്ക് രോഗശാന്തി ഉണ്ടോ, നീ രോഗം മരുന്ന് കഴിക്കില്ല സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കാനല്ല. അതുകൊണ്ട് ബലഹീനമായ ഒരു വിശ്വാസിയെ സാരമില്ല, ചെറിയൊരു തലവേദന നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, വാ, കർത്താവിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട്, അവന്റെ അടിപ്പില സൗഖ്യമുണ്ട്. സഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് തരില്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
അപ്പൊ റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലത് നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്നു. അപ്പൊ ഈ തലവേദന എന്തോ ഒരു കാര്യം നന്മയ്ക്ക് വേണ്ടിയാ. നമുക്കൊന്ന് കൂടി ഇത് പ്രാർത്ഥിക്കാം. അവർക്ക് പ്രാർത്ഥനയും ബലം കിട്ടുന്നത് മാറി എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ആ ബലഹീന ശരീരത്തെ നീ ഒന്ന് സന്ദർശിക്കണം, അവരുടെ രോഗം എനിക്ക് താ. അവർക്ക് ആശ്വാസം കൊടുക്കും, വിശ്വാസത്തെ ബലപ്പെടുത്തുക കർത്താവേ. അങ്ങനെ ചിലപ്പോൾ രോഗം വഹിക്കേണ്ടി വരും, ചിലപ്പോൾ മറ്റുള്ളവരുടെ മരണം വഹിക്കേണ്ടി വരും. ഇതാണ് ശരീരത്തിൻ്റെ പ്രവൃത്തി. ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടാണ് പറയുന്നത്, സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കാനല്ല. അപ്പം നിനക്ക് എന്തോ ഒരു കൃപാവരം ലഭിച്ചിട്ടുണ്ടോ, ഒരു കൃപ കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് മറ്റൊരുവിനെ കൊല്ലല്ല വേണ്ടത്, മറ്റൊരുവനെ താങ്ങണം. എന്നിട്ട് തന്നിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും കൂടെ വേണം. ഞാൻ ഇങ്ങനെ ചെയ്തതാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, വലിയൊരു കാര്യമില്ല. ഞാൻ എൻ്റേത് എവിടെയെങ്കിലും പറഞ്ഞാൽ തീർന്നു. ഹല്ലേലൂയ. 15 കഴിഞ്ഞിട്ട് ഇനി 16-ാം അധ്യായത്തിൽ ചില കാര്യങ്ങളെ 15 ഒത്തിരി വിവരിക്കാനുണ്ട്. അത് നമുക്ക് ഓരോ വേർഡ് പഠിക്കുമ്പോൾ പഠിക്കാം. ഞാൻ ഒരു ക്രീം പറഞ്ഞെന്നുള്ള 12-ാം അധ്യായം തുടങ്ങി 15-ാം അധ്യായത്തിൻ്റെ ആ സ്വഭാവങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് അവൻ സ്തോത്രം വീണ്ടും ജനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം എന്നതിന് ചെറിയൊരു രൂപരേഖ പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഹല്ലേലൂയ. ഇനി പൗലോസ് ഈ പറയുന്ന സുവിശേഷം അല്ലെങ്കിൽ ഈ റോമാലേഖനത്തിൽ കൂടെ പറഞ്ഞു തന്നിട്ടുള്ള ക്രിസ്ത്യൻ ചർച്ചിന്റെ ബേസിക് ഡോക്ട്രിനെ കുറിച്ച് പറയുകയാണ്. അതിന്റെ ലാസ്റ്റ് വേഴ്സ് 24, ചാപ്റ്റർ 16 വേഴ്സ് 24 പറയുകയാണ്, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. ഞാൻ പല പ്രാവശ്യം പറയേണ്ട, വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിന് അനുസരണം വേണം. വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അപ്പൊ താൻ പ്രസ്താവിക്കുന്ന ഈ സുവിശേഷം, അതായത് ക്രിസ്തുവേശുവിലെ വിശ്വാസത്താലുള്ള സൗജന്യമായ നീതീകരണം, നീതീകരിക്കപ്പെട്ട വ്യക്തി എന്തെല്ലാം പ്രവർത്തികൾ കൂടെ പോകണം, എങ്ങനെയാണ് ആ നീതീകരണം നമ്മളിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് കണക്കിടുന്നത്, എന്താണ് വിശ്വാസ സ്നാനം, എങ്ങനെയാണ് ആ കൃപ നമ്മളിൽ ഇമ്പ്യൂട്ട് ആകുന്നത്, ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിച്ചു പോകുന്ന ആ സുവിശേഷം ഇതാണ്. ഇത് മുൻകാലങ്ങളിൽ മറഞ്ഞിരുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് വെളിപ്പെട്ട് തന്നതാണ്. ഇത് സ്വന്തം ബുദ്ധിയല്ല, ഒരു സഭയുടെ പരിപാടിയല്ല. ദൈവത്തിന്റെ സുവിശേഷം ഇതാണ്. എന്നിട്ട് അതിന് കൗണ്ടർ ചെയ്യുന്ന മറ്റു ഉപദേശങ്ങളെ കുറിച്ച് പറയുന്നതാണ് 16:17 onwards. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഡീപ്പായിട്ടൊരു ഉപദേശം തന്നതിന് ശേഷം പൗലോസ് പറയാണ്, നിനക്ക് തോന്നുന്നൊരു പക്ഷെ അവന് പെന്തിക്കോസ്തുകാരനാ, അവന് വിശ്വാസിയാ, അത് അവനുമായിട്ട് സ്വതന്ത്രം പറയാ. അവനും കൈയിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ കൃപയിൽ നിന്ന് നീ അകന്നു പോയേ. ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവേൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെ എത്ര സേവിക്കുകയും ചക്രവാക്ക് മുഖസ്തുതി പറഞ്ഞ് സാധുക്കളെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. അപ്പോൾ ഉപദേശം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയാറുള്ളൂ. പിന്നെ യോഹന്നാൻ കുറച്ചുകൂടി കഠിനമായിട്ടാണ് പറഞ്ഞിരിക്കുന്ന ലേഖനങ്ങൾ. അത്തരമുള്ള ആൾക്കാരെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കൈ കൊടുക്കരുത്. നീ അവനുമായിട്ട് കുശലം പറഞ്ഞാൽ അവന്റെ പാപത്തിൽ ഓഹരിക്കാരാവണം. ഇവിടെയാണ് ഖണ്ഡമായി മുറിക്കൽ വിഷയം വരുന്നത്. നിന്റെ സോളിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആരെ മുറിച്ച് കളയണമോ മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ. ശരിയായ ഉപദേശത്തിൽ നിൽക്കാതെ വേറൊരു രീതിയിലായി കഴിഞ്ഞാൽ നീ അവരുമായിട്ട് കൂട്ടായ്മ കൊടുത്താൽ, ഇതൊക്കെ ഒത്തിരി അനുഭവിച്ച് ഇതിന്റെ മുറിവുകൾ കൈപ്പുള്ള വെള്ളം ഒത്തിരി കുടിച്ച് കർത്താവിന്റെ കൃപയാൽ
ഇതാണ് യഥാർത്ഥ മാർഗമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. എല്ലാവരുടെ തോളിൽ കൈയിട്ടുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അവർ പെന്തിക്കോസ്തുകാരല്ലയോ, അവർ രക്ഷിക്കപ്പെടുകയില്ല, അവർ സ്വർഗത്തിൽ പോകുകയില്ല, നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകുള്ളൂ. യെസ്, പൗലോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ. ഇത് പൗലോസിന് ബുദ്ധി കൊണ്ടുണ്ടാക്കിക്കൊണ്ടെന്നല്ല, അത് കൺകുടിച്ചത് അവസാനം അങ്ങനെ. സ്തോത്രം. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ദൈവം വെളിപ്പെടുത്തുന്ന ക്രിസ്തു എന്ന് പ്രാപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത്. ദൈവകൃപയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബുദ്ധിയുടെ ഒരു പഠിപ്പിക്കലായിരിക്കില്ല, ദൈവവചനം കൊണ്ട് നമ്മെ ശുദ്ധീകരിച്ചെടുക്കണം. അതിൽ ഓരോരുത്തരും ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ എന്നോട് സംസാരിക്കുക, വചനത്തിൻ്റെ ശക്തി എനിക്ക് രൂപാന്തരപ്പെടുത്തട്ടെ. ചിലപ്പോൾ 10, 20, 30 വർഷങ്ങളൊക്കെ ആയിട്ടുള്ളവരായിരിക്കാം. ഒരു പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ലായിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഓരോ സ്റ്റേജിലും കർത്താവേ കൃപതായോ, നിനക്ക് ഇഷ്ടമല്ലാത്ത എന്തും എൻ്റെ ശരീരത്തിനാകട്ടെ, ആത്മാവിനാകട്ടെ, പ്രാണനാകട്ടെ, നിനക്ക് ഇഷ്ടമല്ലാത്ത ബന്ധങ്ങൾ എന്നേക്ക് മാറ്റുമ്പോൾ കർത്താവേ എനിക്ക് നീ വെളിപ്പെടുത്തുക. ഹൃദയപൂർവ്വമാണ് പറയാ, നീ എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ ഞാൻ ഉപേക്ഷിക്കാം. അതാ സംഗീതകാരൻ പറയുന്നത്, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി, നിന്റെ അഗ്നിജ്വാലിക്കത്തുള്ള കണ്ണുകളെ കൊണ്ട് നോക്കി എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വെളിപ്പെടുത്തി തന്നാൽ കർത്താവേ വ്യസനത്തിലുള്ള മാർഗമാണെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാം. വ്യസനത്തിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? നരകത്തിൽ പോകുന്ന മാർഗമാണെങ്കിൽ, ഒരു തൊന്തപക്ഷം പിടിക്കുന്ന ശരിയായ ഉപദേശത്തിന് വേറൊരു ഉപദേശം നിൽക്കുന്ന ഒരാളുമായിട്ട് നീ കൂട്ടുകെട്ടുണ്ടായി കഴിഞ്ഞാൽ, നിന്റെ കൂട്ടുകെട്ട് നിനക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗെറ്റ് ഓഫ്. അവിടെ പിന്നെ അപ്പനോ അമ്മയോ ഭാര്യ കുഞ്ഞുങ്ങളോ സഹോദരനോ സഹോദരി ഒന്നും വിഷയമല്ല. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ പോരെ. അബ്രാമിനെ ദൈവം മേഘനാട്ടം വിളിച്ച് വേർതിരിച്ചത്, കൂടെ അപ്പനെയും കൊണ്ടുവന്നു, ലോത്തിനെയും കൊണ്ടുവന്നു. അവിടെ ചെന്നു ആരാലിന് നിർത്തി ദൈവം, തേരകനെ ആരാലിനെ വെച്ച് മാറ്റിക്കളഞ്ഞു. പിന്നീട് യാത്ര തുടങ്ങുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലാണ് വിവരിക്കുന്നത്. മെസോപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോഴാണ് വിളിച്ചത്, 12-ാം അധ്യായത്തിലല്ല വിളിക്കുന്നത്. മെസോപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോഴേ വിളിച്ചതാ. പക്ഷെ പോന്നപ്പോൾ എന്താ പറഞ്ഞത്? നീ നിന്റെ ദേശത്തെയും പിതൃജനത്തെയും ചാർച്ചക്കാരെയും വിട്ടുപോരണം. തേരകനെ കൊണ്ടുവരാൻ പറഞ്ഞില്ല, ആരാനെ കൊണ്ടുവരാൻ പറഞ്ഞില്ല, ലോത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞില്ല. പക്ഷെ പോന്നപ്പോൾ എല്ലാവരും കൂടെ കൊണ്ടുപോകണം. എനിക്ക് കുടുംബമായിട്ട് സ്ഥാനപ്പെടണം. എൻ്റെ ഭർത്താവ് അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങളയ്യോ, എനിക്ക് കുടുംബമായിട്ട് വേണം. ദൈവത്തിൻ്റെ പദ്ധതിയല്ല. നിന്നെ വിളിക്കുന്നു, നിന്റെ സോൾ നിനക്ക് മനസ്സിലാവുന്നുണ്ട്. യെസ്, എന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. ഗെറ്റ് റെഡി. പിന്നെ ലോകത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കും. ആരാ? സ്വർഗത്തിലും ഭൂമിയിലും നിന്റെ വിശ്വാസത്തിന്, നിന്റെ സമർപ്പണത്തിന് വേണ്ടി സ്വർഗത്തിലും ഭൂമിയിലുള്ള എന്തിനേയും എന്തും ചെയ്യുവാൻ അധികാരമുള്ളവരാ നിന്നെ വിളിക്കുന്നത്. അതല്ല പത്രോസിനെ വിളിക്കുന്ന ഞാൻ പറഞ്ഞത്. പത്രോസിനെ വിളിച്ചു, എല്ലാം വിട്ടിറങ്ങി. സെബദി മക്കളെ വിളിച്ചു, അപ്പനെയും വലിയ എല്ലാം വിട്ടിറങ്ങി. ആ വിളിക്ക് അതോറിറ്റി ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനാണ് നിന്നോട് സംസാരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നോക്കാൻ അവനറിയാം. ഹല്ലേലൂയ. ഒരു ഏകദേശം ഒരു ഐഡിയ, ഈ ലേഖനത്തിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്ക് മനസ്സിലായത് ഒരു പേജ് കൂടുതൽ എഴുതണ്ട, ഓൺലി 1 പേജ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ബൈ മൺഡേ തരുവാണെങ്കിൽ, ഞാൻ ട്യൂസ്ഡേ തുടങ്ങി ഡീറ്റെയിൽ ആയി ക്ലാസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴും മൺഡേ വരേക്ക് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, ഇത്രയും 5 ദിവസത്തെ ക്ലാസ്സുകളിൽ കൂടെ എന്താ മനസ്സിലായത്? ജസ്റ്റ് 1 പേജ് ഓൺലി. അത് നിങ്ങൾക്ക് മനസ്സിലായതിനനുസരിച്ച് കൊണ്ട് എനിക്ക് എത്ര ഡെപ്തിന് പോകണമെന്ന് ഞാനെല്ലാം ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നടത്തുന്നത്. ഈ ക്ലാസ് കുറച്ച് സമയം കഴിയുമ്പോൾ നാം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആമേ സ്തോത്രം, നാം റൈഷ്യസ് ആയി തീരണം. ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ യെസ്, എൻ്റെ പ്രിയ മകനെ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, സഹോദരിമാരും പുത്രന്മാരാ വിശ്വാസത്തിൽ എന്ന് വിളിക്കപ്പെടണം. നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്, ആബ്സല്യൂട്ട്ലി ഫ്രീ ഗിഫ്റ്റ്. ദൈവമേ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക്